നമ്മള് വിട്, ഞാനും നീ, നമ്മൾ രണ്ടുപേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ. യു നോ ഹൗ മച്ച് ഐ ലവ് ബേബി ആൻഡ് ഐ നോ ഹൗ മച്ച് യു ലവ് ഹിം. അതാണ് നമ്മൾ എടുത്ത് വെച്ച് മനസ്സിലായ. അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും പറ്റൂല. ബിഗ് ബോസിൽ തന്നെ ആർക്കും പറ്റൂല. നമ്മുടെ ബഷീർ ബഷീറിന്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ബഷീറും പിന്നെ അവരുടെ ഭാര്യമാരായിട്ടുള്ള സുഹാനയും മഷൂറയും പിന്നെ അവരുടെ മക്കളും ഒക്കെ ആയി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണല്ലോ. അല്ല, അടിച്ചുപൊളി ലൈഫാണ് എന്നുള്ളതാണ് അവരുടെ വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഫാമിലി വ്ലോഗേഴ്സ് ആകുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അവര് കണ്ടന്റിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ്. ഭീകരമായി അഭിനയിച്ചു കളയും. റീസെന്റ് പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗേഴ്സിന്റെ തനി നിറം നമ്മൾ കണ്ടതാണ്. പക്ഷെ ബഷീർ ബഷീർ ഫാമിലി എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. സംഭവം അവരുടെ പല കണ്ടന്റുകളോടും നിലപാടുകളോടും വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ രണ്ട് ഭാര്യമാരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എന്ന് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഉള്ളതുപോലെ പറയണല്ലോ. ഇവർ 3 പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിലൂടെ നമ്മൾ കാണുന്ന സ്നേഹപ്രകടനങ്ങളൊക്കെ സത്യമാണ് എങ്കിൽ ആ കാര്യത്തിൽ ഇവർ പൊളിയാണെന്ന് പറയാതെ വയ്യ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. എത്രത്തോളം ഫാൻസ് ഉണ്ടോ അത്രത്തോളം ഇവർക്ക് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ വീഡിയോക്ക് താഴെ അത്യാവശ്യം നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്കെതിരെ സുഹാനയും മഷൂറയും ഒരുമിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മഷൂറയുടെ ചാനലിലൂടെയാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. കമന്റുകൾക്കുള്ള മറുപടി എന്ന നിലക്കാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. എന്താ പറഞ്ഞ, ഷി നെവർ സേ നോ ടു മീ. ഇപ്പൊ ടൈം എത്ര ആയോ? 1 മണി. പച്ചപ്പാല. ഷി വാസ് സ്ലീപ്പിംഗ്. ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ വാഷ്റൂം പോവാൻ വേണ്ടി എണീക്കാൻ പോയത്. ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹർ, നമുക്കൊരു വീഡിയോ എടുത്താളാ. അപ്പൊ തന്നെ പാവ നൈറ്റ് ഒക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് ലവ് യു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ സ്വാനത്തിനെ പറ്റി ഞാൻ പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാത്ത അതെന്താ മോശം അങ്ങനെ ഒരു വർത്താനം? നിങ്ങൾക്ക് സുഹാനിനെ ശരിക്കും അറിയാലോ, അറിയാത്തത് എന്നെ മാത്രമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. ആൾക്കാർക്ക് സുഹാനിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, തന്നോട് തീരെ ഇഷ്ടമില്ല എന്നാണ് മഷൂർ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അല്ല, അത് ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടാലും തോന്നാറുണ്ട്. സുഹാനെയാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് പല കമന്റുകളും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. മേ ബി സുഹാനയാണല്ലോ ബഷീറിന്റെ ആദ്യ ഭാര്യ, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ സിമ്പതി കൊണ്ടാകാം. എന്തായാലും സുഹാനെ നല്ലോണം പൊക്കി അടിച്ചിട്ടാണ് മഷൂർ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയുടെ കണ്ടോക്കാം. സംഭവം യൂഷ്വലി സോനു യൂട്യൂബ് സെക്ഷനിൽ പോവാറില്ല കേട്ടാ. ഇങ്ങനെ ഇന്ന് രാവിലെ എന്തോ നേരത്തെ റെഡി ആയിരുന്നു. നമ്മൾ കുറച്ച് ടൈം എടുത്തു, എപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് റെഡി ആവാൻ ടൈം എടുത്തു. അപ്പൊ സോനു വെറുതെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇരുന്നാണ്. പോവാറില്ല യൂഷ്വലി ഡോണ്ട് ഗെറ്റ് ടൈം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് സോനു നേരത്തെ റെഡിയായി, അതാണ് ടൈം കിട്ടിയത്. നമ്മള് കുറച്ച് ലാഗ് ആയിരുന്നു. അപ്പൊ സോനു ഒന്ന് വെറുതെ ഇരുന്നതാ. അതിലിപ്പോ എന്റെ ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് സോണിനെ കണ്ടിട്ട് ഇവർക്ക് എബ്രോന്റെ സ്ക്രീൻ ടൈമും കൂടെ തന്നെ നിന്റെ ക്ലിപ്പിംഗ് ഇതുപോലെ കുഞ്ഞ ക്ലിപ്സ് വെക്കണം നമ്മുടെ സ്റ്റൈല്. എനിക്കത് കണ്ടിട്ട് ഏത് യുഗത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതൊരു ഒരാൾ കോമൺ സെൻസോടെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അതന്നെ ഇവനെ എന്താ ഹോസ്പിറ്റൽ എബ്രൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മേക്കപ്പ് ചെയ്ത് പോയെന്നാ. പിന്നെന്താ ക്ലിപ്പൊക്കെ കുത്തി, അത് കുഞ്ഞു പിള്ളേരെ ക്ലിപ്പ് കുത്തി. നിങ്ങളെ ആക്ച്വലി ഈ നമ്മ സമയം മാറുന്നത് അറിയണില്ലെന്നാണ് ഞാൻ വിചാരിക്കണത്. ഇപ്പൊ അങ്ങനെ അത് ഞാൻ അതിന്റെ കമന്റിന് അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ പോയില്ല. എന്താ വെച്ചാൽ എനിക്ക് താല്പര്യമില്ല അവിടെ എന്റെ ആശ്വാസത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. എന്ന് വെച്ചാൽ എന്തും കണ്ടും കേട്ടും നമുക്ക് പിള്ളേരെ പറയണത് എനിക്ക് ഇവരും പറയല്ലേ പിള്ളേരെ ഗുണത്തിൽ ഇവളും വരും. ഓക്കെ, ഇവരുടെ ഏതോ വീഡിയോക്ക് താഴെ മക്കളെ കുറിച്ചും മഷൂറയെ കുറിച്ചും ഒക്കെ ആരും മോശമായി കമന്റ് ഇട്ടു. അത് കണ്ട് സോനക്ക് ദേഷ്യം വന്നു. അതാണ് സംഭവം. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമന്റ്സ് കണ്ടിട്ട് ദേഷ്യം വരികയാണെങ്കിൽ ഇവർക്ക് പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂല്ലോ. കാരണം ഇവരുടെ മിക്കവാറും എല്ലാ വീഡിയോസിനും നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് എന്നുള്ളതാണ്. ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും. പക്ഷെ ചില കമന്റ്സ് കാണുമ്പോൾ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇവരെ ചൊറിയാൻ വേണ്ടി ഇടുന്നതാണെന്ന് തോന്നാറുണ്ട്. നെഗറ്റീവ് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഇടുന്ന കമന്റുകൾ. ഇപ്പൊ ഇവിടെ സുഹാന പറഞ്ഞ പോലെ മഷൂറുടെ മുടിയിൽ കുത്തിയ ക്ലിപ്പ് വരെ നോക്കി അത് വെച്ച് എന്തെങ്കിലും കുറ്റം പറയുന്ന ആൾക്കാർ കുറെ ഉണ്ട്. അതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ്. അതുപോലെ തന്നെ മക്കളെ കുറിച്ച് പറയുന്നത്. അല്ലാതെ തന്നെ ഇവരെ വിമർശിക്കാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവർ ഇട്ട് തരാറുണ്ട്. പിന്നെ എന്തിനാണ് ഒന്നും അറിയാത്ത മക്കളെ കുറ്റം പറയാൻ നിൽക്കുന്നത്?
ബാക്കിയാണ് നോക്കാം. എന്നെ എന്ത് പറയുന്നത് പക്ഷെ ബാക്കിയുള്ളവർ ഒരാളെ ഒന്നും പറയാൻ ബേബിനെ പറഞ്ഞാലും നമ്മുടെ സ്വന്തക്കാരാണെങ്കിൽ പോലും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല, ഒന്നും സമ്മതിച്ചു കൊടുക്കൂല. അപ്പൊ ഇതുപോലെ ഞാൻ കണ്ടത് എന്റെ അബദ്ധം. ഫാമിലിനെ തന്നെ വിടാറില്ല വീടോ കുറ്റം പറയുന്നവരൊക്കെ സൂക്ഷിച്ച് കണ്ടിരുന്ന മക്കളെ. സുഹാന ടെറർ ആയാലുണ്ടല്ലോ നിങ്ങളൊക്കെ വിവരം അറിയും. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, മഷൂറത്തെ പറഞ്ഞതാണ്. മഷൂർ അപ്പുറത്ത് ഇരുന്ന് സുഹാൻ ഇങ്ങനെ മോട്ടറാക്കി വിടുന്നുണ്ട് എന്തായാലും. അത് കേട്ട് സുഹാനാണെങ്കിൽ ടോപ്പ് ആവുന്നുണ്ട്. ബാക്കി നോക്കാം. അപ്പൊ ഇതായിരുന്നു അതില്. പിന്നെ സ്ക്രീനിങ് ടൈമും കാര്യം പറഞ്ഞു. ഏത് എബ്രുവിന്റെ സ്ക്രീനിങ് ടൈമും വിട്ടോ, നിങ്ങൾ പിള്ളേരുടെ കാര്യം നോക്കിക്കോ, അവന്റെ കാര്യമൊക്കെ വിട്ടോ, എനിക്കറിയാം നോക്കാൻ. ഞാൻ സോനുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് പേടിച്ചിട്ടൊന്നും ഞാൻ ഫോൺ മാറ്റി വെക്കാനോ നിക്കാനോ അവന്റെ ഫുഡ് ടൈമിങ്സോ മാറ്റി വെക്കാനോ അവനെ എങ്ങനെ നോക്കണം അവൻ എപ്പോ സ്ക്രീൻ കൊടുക്കണം അതൊക്കെ ഞാൻ സോനു ബേബി നോക്കിക്കോളാം. നിങ്ങള് വേണ്ട, അത് വിട്ടോ. അല്ലെങ്കിൽ പിള്ളേരെ നന്നായിട്ട് പാരന്റിങ് ചെയ്തോ. അല്ല ഇവിടെ ഇവിടുന്ന് പറയാം. അതൊക്കെ ഓക്കെ, നിങ്ങളായി നിങ്ങളുടെ മക്കളുടെ പാടായി. അതിലൊന്നും ഇപ്പൊ പുറത്തൊന്നും ആരും ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതും മറ്റുമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം വീഡിയോ പിടിച്ച് നാട്ടുകാരെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു നിയന്ത്രണം നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ മക്കളെ കുറിച്ച് പറയുന്നത് താനേ നിന്നോളൂ. ഇതിപ്പോ മക്കൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ വീഡിയോ ആക്കി കാണിച്ചിട്ട് പിന്നെ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നിങ്ങളുടെയൊക്കെ വയറ്റിലുള്ള സമയത്ത് നിങ്ങളെ മക്കളെ കാണുന്നവരാണ് അവർ. പിന്നെ മൊബൈൽ ഫോൺ അധിക സമയം മക്കൾക്ക് കൊടുക്കരുത് എന്ന് സ്നേഹത്തോട് ഉപദേശിക്കുന്നവരോട് ഇങ്ങനെ അടുത്ത ഭാഷയിൽ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളെ കുറിച്ച് എന്തെങ്കിലും മോശം പറയുകയാണെങ്കിൽ നല്ല മറുപടി കൊടുക്കുകയും വേണം. ഏത് ഉമ്മാക്കാണെങ്കിലും മക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ സഹിക്കാൻ കഴിയില്ലല്ലോ, അത് സ്വാഭാവികമാണ്. ബാക്കി ഉണ്ടോക്കാം. നമ്മള് വിട്, ഞാനും നീ നമ്മൾ രണ്ടുപേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ യു നോ how much I love baby and I know how much you love him. അതാണ് നമ്മൾ എടുത്ത് വെച്ച് മനസ്സിലായ. അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും പറ്റൂല. ബിഗ് ബോസിൽ തന്നെ ആർക്കും പറ്റൂല. എന്നിട്ടാണ് അതന്നെ എത്ര എന്താ വെച്ചാല് നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നെങ്കിൽ നമ്മൾ തമ്മിൽ ബോണ്ട് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അവള് പറയട്ടെ, ഇങ്ങനെ നമുക്കൊക്കെ നല്ല പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് ചിരിച്ചു വന്നിട്ട് ഫാമിലിനെ ഭയങ്കര മിസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പറയാം എന്താ ഞാൻ ചെയ്യണ്ട, കെട്ടിപ്പിടിക്കണോ കെട്ടിപ്പിടിക്കണോ. അല്ല അങ്ങനെ പറ്റൂല കൈസ്. അഭിനയിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ നമ്മൾ ബിഗ് ബോസ് അഭിനയം വിചാരിച്ചോ, അഭിനയിക്കണമെങ്കിൽ പൊളിഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കണമെങ്കിൽ പൊളിയാട്ടെ, കുഴപ്പമില്ല. പക്ഷെ അഭിനയിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. അതെനിക്ക് ഓക്കെ, ആ പറഞ്ഞ കുറച്ചൊക്കെ ശരിയാണ്. ഉള്ളിൽ പ്രശ്നം വെച്ച് പുറത്ത് സ്നേഹം കാണിച്ച് അഭിനയിച്ച് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ സാധനം പുറത്തു വരും. ഇവർ പറഞ്ഞ ബിഗ് ബോസ് ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. അവിടെ 100 ദിവസം ഓരോ മാർക്കും അഭിനയിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയും പുറത്തു വരും. അപ്പൊ പിന്നെ വർഷം സ്നേഹവും ഒരുമയും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വ്ളോഗുകളിലൂടെയുള്ള ഇവരുടെ ജീവിതം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പിന്നെ വ്ളോഗുകളിൽ നന്നായി അഭിനയിക്കാൻ വലിയ പണിയൊന്നുമില്ല. അത് പല ഫാമിലി വ്ളോഗേഴ്സ് നമുക്ക് കാണിച്ചു തന്നതാണ്. എന്തായാലും വ്ളോഗുകളിലെ പോലെ തന്നെ റിയൽ ലൈഫും അങ്ങനെ തന്നെ ആവട്ടെ ഇവരുടേത്. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ. ബാക്കിയുണ്ടോ? സുരുവിനെ ഞാൻ പറയണല്ല, വിട്ടേക്ക് പിള്ളേരെല്ലാരും വിട്ടേക്ക്. നമ്മള് എന്തെങ്കിലും പറഞ്ഞു. പിന്നെ മഷുനെ പറഞ്ഞ ഞാൻ എന്തെങ്കിലും ഇടക്കൊക്കെ പറഞ്ഞു. മൈൻഡ് ആക്കണ്ട. നല്ലവരായ ആൾക്കാരോടല്ലേ അല്ല, നല്ല വാക്കിൽ പറയാനാണ്. നന്നായി കൂടെ എന്തിനാണ് ജലസ് ഒക്കെ നമുക്ക് എല്ലാരോടും ഞാൻ പറയണേ. എന്തായാലും നിങ്ങൾ പറഞ്ഞു തോന്നുന്നു നമുക്ക് ഏക്കൂല. അത് ഫസ്റ്റ് തിങ്, പ്രൈമറി തിങ് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ ഒന്നും ഏക്കൂല. ഈ 7 years ആയിട്ട് ഏറ്റിട്ടില്ല, ഇനിയും ഏക്കാൻ പോണില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണേ, ടൈം വേസ്റ്റ് ആക്കണേ? വീഡിയോസ് കണ്ടിട്ട് എൻജോയ് ആകും. കാണണ്ടേ? അൺസബ്സ്ക്രൈബ്. ആഹാ, കൊള്ളാലോ. പറ്റൂലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോന്നൊക്കെ. പണ്ടൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരാണ്. പിന്നെ വല്ലാണ്ട് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ആൾക്കാരോടൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോന്ന് പറയുന്നതിനാണ് നല്ല കാര്യം. അത് വേറെ കാര്യം. എന്തായാലും കുറ്റം പറയുന്നവർക്കൊക്കെ തങ്ങളുടെ അസൂയാണെന്നുള്ളതാണ് ഇവിടെ മഷൂറ പറയുന്നത്. അല്ലേ, അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളോട് എന്തായാലും അസൂയൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല എന്ന് മഷൂറ പറയുന്നുണ്ട്. നല്ല കാര്യം. അതൊക്കെ ആ സെൻസിൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒന്നും ഏൽക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ തിരിച്ചു മറുപടി കൊടുക്കാൻ നിൽക്കുന്നത് എന്ന് ആൾക്കാർ തിരിച്ചു ചോദിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ വളരെ സ്നേഹത്തോടെയും ഒരുമയോടെയും മുന്നോട്ട് പോകുന്നതെങ്കിൽ നല്ല കാര്യം. അങ്ങനെ മുന്നോട്ട് തന്നെ പോകട്ടെ. പക്ഷെ എന്ത് കരുതി വിമർശിക്കുന്നവർക്ക് അസൂയാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കരുത്. വിമർശനം അർഹിക്കുന്ന സമയത്ത് വിമർശിക്കുക തന്നെ ചെയ്യും. പിന്നെ അനാവശ്യമായി കമന്റ് ഇട്ട് ശല്യം ചെയ്യുന്ന ആൾക്കാരെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുക. അത്ര എനിക്ക് പറയാനുള്ളൂ.
എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.